ആസക്തികൾ അനേകമുണ്ട്. മദ്യാസക്തിയും കാമാസക്തിയുമൊക്കെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുവാൻ ഏറെ പാടുപെടുന്നവരെ കാണാം. എന്നാൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് ദോഷം ചെയ്യുന്ന പല ആസക്തികൾ വേറെയുമുണ്ട്. അതിനെ തെറ്റായി സമൂഹം കാണാത്തതിനാൽ നാം ഗൗരവമായി എടുക്കാറില്ല. ഉദാഹരണത്തിന് ഭക്ഷണത്തോടുള്ള ആസക്തി, വിനോദങ്ങളോടുള്ള ആസക്തി, ഓരോന്ന് വാങ്ങിക്കൂട്ടുവാനുള്ള ഈ ഷോപ്പിംഗ് ആസക്തി, ആഡംബരത്തോടുള്ള ആസക്തി, അങ്ങനെ പോകുന്ന ലിസ്റ്റ്. നിങ്ങളാൽ നിയന്ത്രിക്കുവാൻ കഴിയാത്ത നിങ്ങളിലുള്ള ചിന്തകളും സ്വഭാവങ്ങളും എല്ലാം അടിമത്തമാകുന്നു. ഇതിൽ നിന്നും എത്രയും വേഗം രക്ഷപ്പെട്ടില്ലെങ്കിൽ ജീവിതം മുഴുവൻ അസ്വസ്ഥരായി കഴിഞ്ഞ് ജീവിതം മുഴുമിപ്പിക്കാതെ കടന്നു പോകേണ്ടി വരും. ഈ സത്യം അറിയാമെങ്കിൽ പോലും രക്ഷപ്പെടുവാൻ ശ്രമിച്ച് പരാജയപ്പെടുന്നവരാണ് അധികവും. എന്തുകൊണ്ട് വിജയിക്കുവാൻ കഴിയുന്നില്ല എന്നതാണ് ചോദ്യം. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന ബൈബിൾ വാക്യങ്ങളിൽ അതിമഹത്തായ ഒരു ഉദാഹരണമുണ്ട്. ക്രിസ്തു രൂപാന്തരപ്പെടുത്തിയ ശമരിയക്കാരത്തി സ്ത്രീ വളരെ മോശപ്പെട്ട ഒരു ജീവിതം നയിച്ചിരുന്നവൾ എന്ന് ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവൾ ക്രിസ്തുവിലൂടെ ആത്മീയ പരിവർത്തനം പ്രാപിച്ചു. അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്ന് കർത്താവ് പറയുന്നത് നാം വായിക്കുന്നു. അതെല്ലാം നിയമാനുസൃതം വിവാഹം കഴിഞ്ഞതായിരിക്കും. അതുകൊണ്ടാണല്ലോ ഭർത്താക്കന്മാർ എന്ന് പറയുന്നത്. ഒന്നിലും തൃപ്തിയില്ലാതെ ജീവിച്ചിരുന്ന അവൾ ഇപ്പോൾ നിയമാനുസൃതം വിവാഹം കഴിയാതെ ഒരുത്തൻ്റെ കൂടെ ജീവിക്കുകയാണ്. ഇപ്പോഴുള്ളവനോ നിൻ്റെ ഭർത്താവല്ല എന്ന്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. ആരെക്കൊണ്ട് കഴിയും ഈ നിയമാനുസൃതമുള്ള ജീവിതം? ഏതായാലും അധികം താമസിക്കാതെ മടുക്കും. അന്നേരം പിന്നെയും ഈ പറഞ്ഞ മോചനവും വിവാഹവും ഒക്കെ തലവേദനയാണ്. അതുകൊണ്ട് ഒരുമിച്ചങ്ങ് ജീവിക്കുക, മടുക്കുമ്പോൾ വേറെ നോക്കുക. ഇന്നും ഈ ലിവിങ് ഇൻ റിലേഷൻഷിപ്പിൽ ഉള്ളവരുടെ ചിന്ത അതത്രേ. ആസ്വദിക്കണം, ഉത്തരവാദിത്വമൊന്നും വയ്യ. ജീവകാലം മുഴുവൻ താങ്ങും തണലുമായി ജീവിച്ചു കൊള്ളാം എന്ന് തീരുമാനിക്കുന്നതിൻ്റെ മഹത്വം അറിയുവാൻ പാടില്ലാത്തതിനാലാകുന്നു ഈ തെറ്റായ പ്രവണത കൂടി വരുന്നത്. ഒരു ന്യായീകരണവുമില്ല. ചോരത്തിളപ്പുള്ളപ്പോൾ ചാടിയിറങ്ങും, യാഥാർത്ഥ്യത്തെ നേരിടേണ്ടി വരുമ്പോൾ തകരും. ശമരിയക്കാരത്തി സ്ത്രീ അങ്ങനൊരു മനസ്ഥിതിയിലായിരുന്നു. യേശു അവളെ രൂപാന്തരപ്പെടുത്തി. വാസ്തവത്തിൽ അവൾക്കുണ്ടായത് ഒരു ആത്മീയ പരിവർത്തനമായിരുന്നു. ആത്മീയ പരിവർത്തനം ഉണ്ടായെങ്കിൽ മാത്രമേ ശാരീരിക ആസക്തികളിൽ നിന്നും വിടുതൽ പ്രാപിച്ച് സന്തുലിതമായ ഒരു ജീവിതം ജീവിക്കുവാൻ സാധിക്കൂ. മനസ്സിലായല്ലോ? ആത്മീയ പരിവർത്തനം ഉണ്ടായെങ്കിൽ മാത്രമേ നാം ഒരു സന്തുലിത ജീവിതം, ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതം ജീവിക്കൂ. ആസക്തികളിൽ നിന്നും മോചനം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ സഹായിക്കാമെന്ന് പറഞ്ഞു വരുന്നവരൊക്കെ ചെയ്യുന്നത് കൊണ്ട് താൽക്കാലികമായ മോചനം മാത്രമാണ് ലഭിക്കുന്നത്. ഗുണദോഷമാണെങ്കിലും പേടിപ്പിച്ചിട്ടൊക്കെ മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്നതാണെങ്കിലും ഒക്കെ അത് ഒരു താൽക്കാലികമായിട്ടുള്ള മോചനമാണ്. അത് പുറമേ നിന്ന് അകം ശരിയാക്കുവാനുള്ള ശ്രമം മാത്രമാണ്. എന്നാൽ ആത്മീയ പരിവർത്തനം ഒരുവനിൽ ഉണ്ടായാൽ അത് രോഗത്തിൻ്റെ ലക്ഷണങ്ങളെ അല്ല ചികിത്സിക്കുന്നത്, രോഗത്തെയാകുന്നു ചികിത്സിക്കുന്നത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ശാരീരിക ആസക്തിയിൽ മുഴുകിക്കഴിയുന്നവർ വാസ്തവത്തിൽ ആത്മീയ പരിവർത്തനം സംഭവിച്ചിട്ടില്ലാത്തവരാണ്. അതിപ്പോൾ സുവിശേഷ വേലയിലുള്ളവരാണെങ്കിൽ പോലും ഏതെങ്കിലുമൊക്കെ ശാരീരികമായ ആസക്തികളിൽ അടിമപ്പെട്ട് ജീവിക്കുന്നുവെങ്കിൽ അവർ ആത്മീയ പരിവർത്തനം പ്രാപിച്ചിട്ടില്ലാത്തവരാണ്. തങ്ങളുടെ ആസക്തികൾക്ക് ഒരു മറയായിട്ടാണ് ഇങ്ങനെയുള്ളവരൊക്കെ ഈ പറയുന്ന നല്ല കാര്യങ്ങൾ പുറമേ ചെയ്യുന്നത്. ശമരിയക്കാരത്തെ സ്ത്രീയുടെ രൂപാന്തരം നാട് മുഴുവൻ അറിഞ്ഞു. അവൾ എല്ലാവരോടും സാക്ഷിക്കുവാൻ തുടങ്ങി. എന്തായിരുന്നു അവളുടെ സാക്ഷ്യം? ഞാൻ ചെയ്തതൊക്കെ എന്നോട് പറഞ്ഞ് ഒരുവനെ വന്ന് കാണുകയും. ആത്മീയ പരിവർത്തനം പ്രാപിച്ച ഒരാൾ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നതിൽ ഉത്സുകരായിരിക്കും. അതാണ് ഈ സ്ത്രീയുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നാം കാണുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 54 വരെയുള്ള വാക്യങ്ങളാണ് നാം ഒരുമിച്ച് വായിച്ച് ചിന്തിക്കുവാൻ പോകുന്നത്. ഭാഗം എടുത്ത് നമുക്ക് ഒരുമിച്ച് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം.
4-ാം അധ്യായം 26-ാം വാക്യം വരെ നാം കണ്ടു കഴിഞ്ഞു. ഇന്ന് 27 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് പഠിക്കണം. 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചാട്ട്. ഇതിനിടയിൽ അവന്റെ ശിഷ്യന്മാർ വന്ന് അവൻ സ്ത്രീയോട് സംസാരിക്കയാൽ ആശ്ചര്യപ്പെട്ടു. എങ്കിലും നീ എന്ത് ചോദിക്കുന്നു, അവളോട് എന്ത് സംസാരിക്കുന്നു എന്ന് ആരും ചോദിച്ചില്ല. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്നു കാൺമീൻ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. ആ സ്ത്രീ യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചു. അതിനാൽ ഇപ്പോൾ അവൾ മറ്റുള്ളവരോട് പറയുവാൻ പട്ടണത്തിലേക്ക് ഓടിപ്പോകുന്നു. അവൾ ചെയ്തതെല്ലാം പറയുവാൻ അവന് കഴിയുമോ എന്നറിയുന്നതിൽ അവരിൽ പലർക്കും താല്പര്യമുണ്ടായിരുന്നു എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. പരസ്യ സ്ഥലത്ത് വെച്ചൊരു റബി ഒരു അന്യ സ്ത്രീയോടോ, എന്തിനധികം ഭാര്യയോടോ സഹോദരിയോടോ പോലും സംസാരിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ ചിന്തിച്ചിരുന്നതിന് കാരണമുണ്ടായിരുന്നു. മതബോധത്തിനുള്ള കഴിവ് സ്ത്രീകൾക്കില്ലെന്നായിരുന്നു പൊതുധാരണ. ഒരു സ്ത്രീയെ ന്യായപ്രമാണം ഉപദേശിക്കുന്നതിനേക്കാൾ അത് ചുട്ടുകളയുകയാണ് നല്ലത് എന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. എന്നാൽ യേശു ഈ മതിൽക്കെട്ടുകൾ പൊളിച്ചു. പുരുഷ മേധാവിത്വത്തെ ഇതുപോലെ ചോദ്യം ചെയ്ത വേറൊരു വ്യക്തിയെ കാണുക പ്രയാസമാകുന്നു. അതും ഏതൊരു കാലയളവിലാകുന്നു എന്ന് ഓർക്കണം. സ്ത്രീ വിമോചനത്തിനായി സ്ത്രീകൾ ശബ്ദമുയർത്തുന്നത് സാധാരണയാണ്. യേശുവിനെ പോലെ ഒരു ഗുരു, അതായത് ഒരു നേതാവ്, അതിന് മുൻകൈ എടുക്കുന്നത് വിരളമായിരുന്നു. അതെ, ഒരു വ്യക്തി യഥാർത്ഥ വിമോചനം പ്രാപിക്കുന്നത് ക്രിസ്തുവിലൂടെയാണ്. ഒരു മനുഷ്യന്റെ, അത് സ്ത്രീയായാലും പുരുഷനായാലും, ആ മനുഷ്യന്റെ വില വാസ്തവത്തിൽ മനസ്സിലാക്കുന്നത് ക്രിസ്തുവിലൂടെ സ്വാതന്ത്ര്യം പ്രാപിച്ച വ്യക്തികൾ മാത്രമാണ്. ഓരോ വ്യക്തിയും ദൈവത്തിന് വിലയേറിയവരാണ്. ഏത് അധപ്പതിച്ച പാപികളെ പോലും ഉദ്ധരിക്കുക എന്നുള്ളതാണ് യേശുവിന്റെ ലക്ഷ്യം. അവിടുന്ന് എല്ലാവരെയും സ്നേഹിക്കുന്നു. സമൂഹത്തിൽ ഏറ്റവും നീചമായ പാപം ചെയ്തിട്ടുള്ള പലരും ദൈവത്താൽ അംഗീകരിക്കപ്പെടുന്നു എന്നത് ചിന്തിക്കുവാൻ തന്നെ നമുക്ക് പ്രയാസമാണ്. എന്നാൽ എത്ര അധമ പാപിയെയും യേശു സ്നേഹിക്കുന്നു. അനുതപിച്ച് മനം തിരിയുമെങ്കിൽ അംഗീകരിക്കുന്നു. ഈ ശമര്യക്കാരത്തെ സ്ത്രീയോട് യേശു സംസാരിച്ചത് ശിഷ്യന്മാർക്ക് വിശ്വസിക്കുവാൻ തന്നെ പ്രയാസമായിരുന്നു. എന്നിരുന്നാലും യേശുവിനോട് ചോദിക്കുവാൻ അവർ തയ്യാറല്ലായിരുന്നു. എന്നാൽ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ച, ഒരു വലിയ കണ്ടുപിടുത്തം നടത്തിയ സ്ത്രീയുടെ തീഷ്ണത നിങ്ങൾ ഇനി ഒന്ന് ശ്രദ്ധിച്ചാലും. അതെ, ജീവിതത്തിൽ ദൈവത്തെ കണ്ടെത്തുന്നതാണ് ഏറ്റവും വലിയ കണ്ടുപിടുത്തം. ക്രിസ്തുവിലൂടെയുള്ള രക്ഷ സ്വന്തമാക്കിയവർക്ക് ഒരിക്കലും അടങ്ങിയിരിക്കുവാൻ കഴിയുകയില്ല. ഇതാ, ഈ സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിലേക്ക് ഓടുന്നു. അവളുടെ അന്തരാത്മാവിൽ ജീവജലം പകർന്നു കഴിഞ്ഞു. അവൾ പുതുതായി കണ്ടെത്തിയ സന്തോഷം മൂലം അവളുടെ ആഗമനോദ്ദേശം വിസ്മരിക്കുകയും അവളുടെ പുതിയ കണ്ടെത്തലിന് സാക്ഷ്യം വഹിക്കുവാൻ പട്ടണത്തിലേക്ക് ഓടുകയും ചെയ്തു. ഇതുവരെ ശാരീരിക ആവശ്യങ്ങളെക്കുറിച്ച് മാത്രമേ അവൾക്ക് ചിന്തിക്കുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ജഡീക അഭിലാഷങ്ങളുടെ പൂർത്തീകരണം മാത്രം അവൾ ചിന്തിച്ചിരുന്നു. അതിനുവേണ്ടി ഏത് അതിർവരമ്പുകളും, അതെ, സാൻമാർഗികതയുടെ വരമ്പുകൾ പോലും ലംഘിക്കുവാൻ അവൾ തയ്യാറായിരുന്നു. എന്നാൽ ഇതാ, ആത്മിക പരിവർത്തനത്തിന്റെ മുൻപിൽ ശാരീരിക ആവശ്യം വഴിമാറുന്നു. അതെ സുഹൃത്തെ, ഒരു വ്യക്തി ക്രിസ്തുവിനെ വാസ്തവമായി കണ്ടു എന്നതിന്റെ തെളിവാണ് അയാൾ പോയി മറ്റുള്ളവരോട് പറയുന്ന സാക്ഷ്യം. അങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തിയ ആളിനെ മിണ്ടാതാക്കുവാൻ ആരെക്കൊണ്ടും സാധ്യമല്ല. ഈ സന്തോഷം അറിഞ്ഞ വ്യക്തി ജഡീക സംതൃപ്തിയല്ല, ആത്മീക സംതൃപ്തിയാണ് ലക്ഷ്യമാക്കി ഓടുന്നത്. മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്ന പലരും ഇന്നും ജഡീക സംതൃപ്തിക്ക് പിൻപേ ഓടുന്നതിന് കാരണം ഇപ്പോൾ മനസ്സിലായോ? അവർ വാസ്തവത്തിൽ ക്രിസ്തുവുമായി ബന്ധപ്പെട്ടിട്ടില്ല, മശിഹായെ കണ്ടെത്തിയില്ല. ആരെയൊക്കെയോ പേടിച്ച് ചില സ്വഭാവങ്ങൾ മാറ്റിയത് കൊണ്ട് രക്ഷിക്കപ്പെടലായില്ല. ഇന്നും വിട്ടുമാറാത്ത പല സ്വഭാവങ്ങളുമുണ്ട്. പണത്തോടുള്ള ആർത്തി, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയാത്ത അവസ്ഥ, അസൂയ, ഏഷണി പറച്ചിൽ, കള്ളത്തരം കാണിക്കുക. മശിഹായെ കണ്ടെത്തിയാൽ ഈ ശാരീരിക ആവശ്യങ്ങളെല്ലാം മറന്ന് മറ്റുള്ളവരെ ആ യഥാർത്ഥ സന്തോഷത്തിലേക്ക് നയിക്കും. പല മിഷണറി വീരന്മാരും എന്തുകൊണ്ട് തങ്ങൾക്കുണ്ടായിരുന്ന സ്ഥാനമാനങ്ങളും സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് അന്യനാട്ടിൽ, കാട്ടുപ്രദേശങ്ങളിൽ സംസ്കാരശൂന്യരായ ആളുകളുടെ ഇടയിൽ പോയി സകല കഷ്ടങ്ങളും സഹിച്ച് യേശുവിനെക്കുറിച്ച് സാക്ഷിക്കുന്നു? അതെ, ഈ ലോകത്തിന്റെ എല്ലാറ്റിനേക്കാളും വലുതാണ് യേശുവിലേക്ക് മറ്റുള്ളവരെ നേടുന്നത് എന്ന് ശമര്യക്കാരത്തി സ്ത്രീ മനസ്സിലാക്കി. സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഇത് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? അവൾ വെള്ളം കോരുവാൻ വന്നതാണ്. എന്നാൽ സാക്ഷാൽ കിണർ കണ്ടെത്തിയപ്പോൾ അവൾ തന്റെ പാത്രം പുറകിലെറിഞ്ഞു.
ഇതുവരെ അവൾക്ക് വലുതായി തോന്നിയിരുന്നതെല്ലാം അവൾ ഒന്നുമില്ലാത്തതായി മനസ്സിലാക്കി. അവളുടെ വാക്കുകൾ തന്നെ എത്ര ശ്രദ്ധേയമാണ്. ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ. അതെ, അവളുടെ രഹസ്യ ജീവിതത്തിന്റെ ഇരുണ്ട വശം തുറന്നു കാട്ടിയതാണ്. ദൈവത്തെക്കുറിച്ചോ ആരാധനയെക്കുറിച്ചോ പറഞ്ഞതിനേക്കാൾ അവളെ സ്പർശിച്ചത്. നമ്മുടെ ആവശ്യമനുസരിച്ചാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണ രൂപപ്പെടുന്നത്. അതേ സുഹൃത്തെ, ആർക്കും അറിയില്ല എന്ന് താങ്കൾ കരുതുന്ന താങ്കളുടെ ജീവിതത്തിന്റെ രഹസ്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കുന്നവനാണ് യേശു കർത്താവ്. താങ്കളുടെ ജീവിതത്തിലെ ഇരുണ്ട വശങ്ങളെല്ലാം അവിടുന്ന് മനസ്സിലാക്കുന്നു. അവനോട് മറച്ചുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. അത് മനുഷ്യനോട് മാത്രം. നമ്മുടെ ഭക്തി നിർഭരമായ ഇടപെടലുകളെല്ലാം മനുഷ്യരെ മാത്രമേ പ്രീതിപ്പെടുത്തൂ. നാം ആരാധനയെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചെന്നാലും നമ്മുടെ ഉള്ളിലെ അശുദ്ധി, നമ്മുടെ ജഡീക അഭിലാഷങ്ങൾക്ക് വേണ്ടിയുള്ള ആ പരക്കമ്പാച്ചിൽ യേശു കാണുന്നുണ്ട്. ഈ വസ്തുത മനസ്സിലാക്കിയിട്ടും ജീവിതത്തെ ക്രിസ്തുവിങ്കിലേക്ക് സമർപ്പിക്കാത്തത് മഹാമണ്ഡത്തരമാകുന്നു. സ്വന്തം ജീവിതത്തിൽ നിന്നുള്ള സാക്ഷ്യമാണ് ഏറ്റവും പ്രയോജനപ്പെടുന്നത്. ഞാൻ അനുഭവിക്കാത്ത സന്തോഷത്തിലേക്ക് മറ്റൊരാളെ നയിക്കുവാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. ഞാൻ അനുസരിക്കാത്ത കാര്യം മറ്റൊരാളെ കൊണ്ട് അനുസരിപ്പിക്കുവാൻ എന്നെ കൊണ്ടാവില്ല. ഇവിടെ ഈ സ്ത്രീ തന്റെ അനുഭവത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. അനുസരണമാണ് ഉൾക്കാഴ്ചയുടെയും ആത്മീക കണ്ടെത്തലിന്റെയും വ്യവസ്ഥ. യേശു അവളുടെ ഹൃദയത്തെ തൃപ്തിപ്പെടുത്തി. ജീവിതത്തിൽ ഇതുവരെ തൃപ്തിപ്പെടാതിരുന്ന ഈ സ്ത്രീ സംതൃപ്തിയോടെ സാക്ഷിക്കുന്നു. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഇങ്ങനെ സാക്ഷിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരുവാൻ സാധിച്ചില്ലെങ്കിലും പട്ടണവാസികളെ കൊണ്ടുവരുന്നതിന് അവൾക്ക് സാധിച്ചു. ഇത്രയധികം ശമര്യർ ഓടി വരുന്നതിനെ കുറിച്ചൊന്ന് ചിന്തിക്കൂ. 6 പ്രാവശ്യം യേശു അവളോട് സംസാരിക്കുകയും 6 പ്രാവശ്യം അവൾ മറുപടി പറയുകയും ചെയ്യുന്നു. 7-ാം പ്രാവശ്യം അവൾ മറുപടി പറയാതെ പട്ടണത്തിലേക്ക് പോകുന്നു. ഇത്രയധികം ആളുകളെ ഒരേ സമയം കർത്താവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നതിന് ശിഷ്യന്മാർക്ക് പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സാക്ഷ്യത്തിന്റെ വില എത്ര വലുത്! അതെ, ക്രിസ്തുവിലൂടെ രൂപാന്തരം പ്രാപിച്ച ഒരു വ്യക്തി തന്റെ രൂപാന്തരത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളവരെ അടക്കുവാൻ സാധ്യമല്ല. എന്താണ് സംഭവിച്ചതെന്ന് നോക്കുക. 30-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവർ പട്ടണത്തിൽ നിന്നും പുറപ്പെട്ട് അവന്റെ അടുക്കൽ വന്നു. അവളുടെ സാക്ഷ്യം മൂലമാണ് അവർ അവന്റെ അടുക്കൽ വന്നത്. അവൾ അവനിൽ വിശ്വസിച്ചു എന്നതിന്റെ തെളിവായിരുന്നു അവളുടെ സാക്ഷ്യം. 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ കാണുന്നത്, അതിനിടയിൽ ശിഷ്യന്മാർ അവനോട്, റബി, ഭക്ഷിച്ചാലും എന്ന് അപേക്ഷിച്ചു. അതിന് അവൻ, നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്കുണ്ട് എന്നവരോട് പറഞ്ഞു. ആകയാൽ വല്ലവനും അവന് ഭക്ഷിപ്പാൻ കൊണ്ടുവന്നുവോ എന്ന് ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. ഈ സ്ത്രീയെ രക്ഷിക്കുന്നതിൽ കൂടി പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് വേണ്ടിയാണ് യേശു ശമര്യയിൽ കൂടി കടന്നുപോയത്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ശ്രദ്ധിച്ചോ? നിങ്ങൾ അറിയാത്ത ആഹാരം. അതെ, ഗുണവും ശക്തിയും നിങ്ങൾക്കറിയാൻ കഴിഞ്ഞിട്ടില്ലാത്ത ആഹാരം. 22-ാം വാക്യത്തിൽ നാം കണ്ടത്, കർത്താവ് ആ സ്ത്രീയോട് പറയുന്നു, നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു എന്ന്. അതെ, യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ ആത്മികവും ഭൗമികവും തമ്മിലുള്ള അന്തരം വെളിപ്പെടുത്തുന്നു. ഈ ആഹാരം എന്തായിരിക്കുമെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. ആരോ പറഞ്ഞു, സ്ത്രീക്ക് വെള്ളത്തിന്റെ അർത്ഥം മനസ്സിലാകാഞ്ഞതിൽ അത്ഭുതപ്പെടുവാനൊന്നുമില്ല, കാരണം ശിഷ്യന്മാർക്ക് ആഹാരത്തിന്റെ അർത്ഥവും മനസ്സിലായില്ലല്ലോ എന്ന്. സത്യമാണില്ലേ? യേശു തന്നെ ഇത് 2 കൂട്ടർക്കും വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. സ്ത്രീ വെള്ളം കോരുന്നത് അപ്രധാനമായി കരുതി പട്ടണത്തിലേക്ക് ഓടി മറ്റുള്ളവരോട് സാക്ഷിച്ചു. കർത്താവ് ആഹാരം കഴിക്കുന്നതും അപ്രധാനമായി കണ്ടു. തന്റെ ആഹാരം എന്താകുന്നു എന്ന് യേശു പറയുന്നത് ശ്രദ്ധിച്ചാലും, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുക. അതെ, തന്റെ ശാരീരിക പോഷണത്തെക്കാൾ പിതാവിന്റെ ഇഷ്ടം ചെയ്യുകയായിരുന്നു തന്റെ പ്രഥമ ലക്ഷ്യം. ഈ വലിയ കാഴ്ചപ്പാടില്ലാത്തതിനാലാണ് അനേക ദൈവമക്കളും പാപത്തിൽ ജീവിക്കുന്നത്. ദൈവഹിതം എന്തെന്നറിഞ്ഞിട്ടും അത് നിവർത്തിക്കാതെ തങ്ങളുടെ സൗകര്യാർത്ഥം ജീവിക്കുന്നത് ഈ ലക്ഷ്യമില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവേഷ്ടത്തിനും ആത്മീക കാര്യങ്ങൾക്കും മുൻഗണന നൽകേണ്ടതുണ്ട്. ദൈവഹിതത്തിൽ നിന്ന് ഭിന്നിച്ചുള്ള ജീവിതം ശൂന്യമാണ്. ദൈവഹിതം എന്തെന്നറിഞ്ഞ് അത് പ്രവർത്തിക്കുന്നതാണ് ഒരു ദൈവപൈതലിന് ഏറ്റവും അധികം സന്തോഷം നൽകുന്ന വസ്തുത. അതേ സുഹൃത്തെ, ജീവിതത്തിൽ എന്തിലുമധികം ദൈവഹിതത്തിന് പ്രാധാന്യം നൽകുവാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ടോ? താങ്കളുടെ ഭക്ഷണത്തെക്കാളും ഉറക്കത്തെക്കാളും
സ്വഭാവങ്ങളെക്കാളും എന്തിനധികം മാനുഷിക ബന്ധങ്ങളെക്കാളും ഉപരിയായി ദൈവഹിതമനുസരിക്കുവാൻ താങ്കൾ തയ്യാറാണോ? 35 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കേ. ഇനിയും 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവങ്കലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു. വിതയ്ക്കുന്നത് ഒരുത്തൻ, കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്നുള്ള പഴഞ്ചൊൽ ഇതിൽ ഒത്തിരിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. മറ്റുള്ളവർ അധ്വാനിച്ചു, അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ഇത് ഏകദേശം ഡിസംബർ മാസത്തിലാണ് നടന്നത്. കൊയ്ത്ത് ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഏപ്രിൽ മാസത്തിലായിരുന്നു നടക്കേണ്ടത്. നാം ജീവിക്കുന്ന ഈ കാലത്ത് നമ്മുടെ ജോലി വിതയ്ക്കുക എന്നതാണ്. ദൈവവചനം പല മാധ്യമങ്ങളിൽ കൂടി വിതച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഫലം സഭകൾ കൊയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരാൾ വിതയ്ക്കുകയും മറ്റൊരാൾ കൊയ്യുകയും ചെയ്യുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ! 39 വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. കഴിഞ്ഞ കാലത്ത് വളരെ മോശമായ രീതിയിൽ ജീവിച്ചു വന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം ശമര്യയിൽ അനേകർ യേശുവിൽ വിശ്വസിപ്പാനിടയായി. 40, 41, 42 വാക്യങ്ങളിൽ, അങ്ങനെ ശമര്യർ അവന്റെ അടുക്കൽ വന്ന് തങ്ങളോടുകൂടെ പാർക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ 2 നാൾ അവിടെ പാർത്തു. ഏറ്റവും അധികം പേർ അവന്റെ വചനം കേട്ട് വിശ്വസിച്ചു. ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവ് എന്നറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. എത്ര മനോഹരമായ ഒരു കാര്യമാണ് നാം ഇവിടെ കാണുന്നത്. അവർ ജീവനുള്ള വെള്ളത്തിന്റെ അരികിൽ വരികയും പാനം ചെയ്യുകയും ചെയ്യുന്നു. അവർക്കതിനുള്ള വ്യവസ്ഥ ദാഹമുണ്ടായിരിക്കുക എന്നത് മാത്രമായിരുന്നു. നീ ഒരു പാപിയാകുന്നു എന്ന് മനസ്സിലാകാത്തിടത്തോളം കാലം നിനക്ക് ദാഹമുണ്ടായിരിക്കുകയില്ല സുഹൃത്തെ. പ്രവാചകൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ, വെള്ളത്തിന് വരുവീൻ, വന്നു വാങ്ങി തിന്നുവീൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ. യെശയ്യാപ്രവചനം 55 അധ്യായത്തിന്റെ 1 വാക്യമാണ് ഞാൻ വായിച്ചത്. നമ്മുടെ കർത്താവും അതേ ആഹ്വാനം നൽകി. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് യോഹന്നാന്റെ സുവിശേഷം 7 അധ്യായത്തിന്റെ 37 വാക്യത്തിൽ വായിക്കുന്നു. ജീവന്റെ ജലം ഏതൊരാൾക്കും വേണ്ടിയുള്ളതാണ്. ദാഹമുണ്ടായിരിക്കണം എന്നത് മാത്രമാണ് വ്യവസ്ഥ. ശമര്യയിൽ അനേകർ യേശുവിന്റെ അടുക്കൽ വരികയും ജീവന്റെ ജലം അവർ പാനം ചെയ്യുകയും ചെയ്തു. ഇവിടെ എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വലിയ വസ്തുത എന്തെന്നാൽ 41 വാക്യത്തിൽ നാം വായിക്കുന്നതാണ്, ഏറ്റവും അധികം പേർ അവന്റെ വചനം കേട്ട് വിശ്വസിച്ചു എന്നതത്രേ അവിടെ വായിക്കുന്നത്. ഇവിടെ ഈ ശമര്യർക്ക് വിശ്വസിക്കുന്നതിന് അടയാളമൊന്നും വേണ്ടായിരുന്നു കേട്ടോ. അവർക്ക് വചനം ധാരാളം മതിയായിരുന്നു. അടയാളം അവർ ആവശ്യപ്പെട്ടുമില്ല. യേശു ഈ പറയുന്നത് പോലെ അത്ഭുതമൊന്നും ചെയ്തുമില്ല. എന്നാൽ ആകെ തകർന്നിരുന്ന ഒരു ജീവിതം വചനം മൂലം രൂപാന്തരപ്പെട്ട അത്ഭുതം അവിടെ നടന്നു. അതെ, ഒരു ജീവിതം രൂപാന്തരപ്പെടുത്തിയതിനേക്കാൾ വലിയ അത്ഭുതം എന്താണ്? ശമര്യർക്ക് വിശ്വസിക്കുവാൻ ദൈവവചനം മതിയായിരുന്നു. എന്നാൽ യഹൂദന്മാർക്ക് വിശ്വസിക്കുവാൻ അടയാളം കാണണമായിരുന്നു. ഇന്നും ഇതേ അവസ്ഥ കാണുവാൻ കഴിയുന്നുണ്ട്. വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്ന അനേകരും ദൈവവചനത്തെക്കാൾ ഏറെ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കുമാണ് സ്ഥാനം നൽകുന്നത്. ശമര്യക്കാരത്തി സ്ത്രീയുടെ സാക്ഷ്യം മൂലം അനേകർ ക്രിസ്തുവിങ്കിലേക്ക് കടന്നു വന്നതുപോലെ ഇന്നും അനേകർ മറ്റുള്ളവരുടെ സാക്ഷ്യവും സ്വാധീനവും നിമിത്തം ക്രിസ്തുവിനെ അറിയുവാൻ ഇടയായിക്കൊണ്ടിരിക്കുന്നു. ഒരു വ്യക്തിയുടെ ജീവിതം മറ്റൊരു ആളിനെ സ്വാധീനിക്കുന്നത് മൂലമാണ് അപ്രകാരം ക്രിസ്തുവിങ്കിലേക്ക് ജനങ്ങൾ നടത്തപ്പെടുന്നത്. ചിലർ മാതാപിതാക്കളുടെ സ്വാധീനത്താൽ ക്രിസ്തുവിങ്കിലേക്ക് വരുവാനിടയാകുന്നു. മറ്റു ചിലർ മാതാപിതാക്കൾക്ക് ലഭിച്ച വെളിച്ചത്തിന്റെ തണലിൽ ജീവിക്കുന്നു. അതും ഒരു സത്യമാണ്. എന്നാൽ അവർക്ക് യേശുവുമായുള്ള വ്യക്തിപരമായ ബന്ധമുണ്ടായിരിക്കുകയില്ല. അങ്ങനെ ആ തണലിൽ ജീവിക്കുന്നവർക്ക് മാതാപിതാക്കളുടെ സ്വാധീനത്തിൽ നിന്നും അകലെ എവിടെയെങ്കിലും പോകേണ്ടി വരുമ്പോൾ, എങ്ങനെയെങ്കിലും തനിയെ ജീവിക്കേണ്ടി വരുമ്പോൾ ഈ പറഞ്ഞ നിഴലിൽ പാർക്കുന്നവർ പിന്മാറുകയും അധപ്പതനത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള അനേക പ്രിയപ്പെട്ടവർ, അനേക യുവജനങ്ങൾ എനിക്ക് കത്തെഴുതി എന്നോട് അത് പറയാറുണ്ട്. ഞാൻ അതുകൊണ്ട് പറയട്ടെ, ക്രിസ്തീയ സ്വാധീനം മറ്റുള്ളവരിൽ ചെലുത്തുക മാത്രമല്ല, ആ വ്യക്തിയെ യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമായ സംഗതി അത്രേ. ശമര്യക്കാർ പറഞ്ഞത് ഇപ്രകാരമാണ്, ഇനി
നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവ് എന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. യേശുക്രിസ്തു ഈ ശമരിയിൽ ചെയ്തതായിട്ടുള്ള ശുശ്രൂഷ അങ്ങനെ അവസാനിക്കുകയാണ്. അതിമനോഹരമായ ഒരു പാഠം നമുക്കിതിൽ നിന്ന് പഠിക്കുവാനായിട്ട് സാധിക്കും. ഇനിയും യേശു ചെയ്ത വേറൊരു അത്ഭുതമാണ് നാം കാണുവാൻ പോകുന്നത്. 43 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ ആദ്യം നമുക്ക് നോക്കാം. 43 മുതൽ 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ അവിടം വിട്ട് ഗലീലയ്ക്ക് പോയി. പ്രവാചകന് തന്റെ പിതൃദേശത്ത് ബഹുമാനമില്ല എന്ന് യേശു തന്നെ സാക്ഷ്യം പറഞ്ഞിരുന്നു. അവൻ ഗലീലയിൽ എത്തിയപ്പോൾ ഗലീലക്കാർ തങ്ങളും പെരുന്നാളിന് പോയി. അവൻ യെരൂശലേമിൽ വെച്ച് പെരുന്നാളിൽ ചെയ്തതൊക്കെയും കണ്ടതുകൊണ്ട് അവനെ അംഗീകരിച്ചു. ഇവിടെയും സ്ഥലത്തെക്കുറിച്ച് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചോ? സ്ഥലവും സമയവും വളരെ വ്യക്തമായി രേഖപ്പെടുത്തുവാൻ യോഹന്നാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. യേശു ശമരിയ വിട്ട് ഗലീലയിലേക്ക് പോകുന്നു. കാനാവിൽ വെച്ച് യേശു ചെയ്ത അതിശയം കാണുവാൻ ഇടയായതിനാൽ അനേകം ഗലീലക്കാർ അവനിൽ വിശ്വസിച്ചു. കഫർന്നഹൂമിൽ ഒരു രാജഭൃത്യന്റെ മകൻ ദീനമായി കിടന്നിരുന്നതിനാൽ യേശു അവിടേക്ക് പോയി. ഇനിയും 47 വാക്യത്തിൽ നാം വായിക്കുന്നു, യേശു യഹൂദ്യ ദേശത്തു നിന്നും ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ടു. അവന്റെ അടുക്കൽ ചെന്നു. തന്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ട് അവൻ വന്നവനെ സൗഖ്യമാക്കണം എന്ന് അപേക്ഷിച്ചു. തന്റെ മകനു വേണ്ടി വിശ്വാസം പ്രകടിപ്പിച്ച ഒരു പിതാവിനെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. താങ്കളുടെ കുട്ടി യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ വന്നു എന്ന കാര്യം ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ്. ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കുട്ടിയെ ക്രിസ്തുവിങ്കിലേക്ക് കൊണ്ടുവരികയാണ് ഏറ്റവും അത്യാവശ്യമായ സംഗതി. നമ്മുടെ പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിന് വേണ്ടി അവകാശപ്പെടുവാൻ നമുക്ക് അവകാശമുണ്ട്. നമ്മുടെ സ്വാധീനവും സാക്ഷ്യവും അവരെ ജീവിക്കുന്ന ക്രിസ്തുവുമായുള്ള ബന്ധത്തിലേക്ക് നയിക്കുവാൻ കാരണമാകേണ്ടതത്രേ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മക്കളുടെ മേൽ നന്മയ്ക്കായോ തിന്മയ്ക്കായോ ഏറ്റവും ശക്തമായ സ്വാധീനം ഉളവാക്കുന്നതാണ് എന്ന കാര്യം എപ്പോഴും ഓർത്തിരിക്കേണ്ടതത്രേ. രാജഭൃത്യന്റെ മകൻ മരിപ്പാറായ അവസ്ഥയിലായിരുന്നു. അതിനാൽ അയാൾ യേശുവിന്റെ അടുക്കൽ വരികയും യേശു തന്റെ വീട്ടിലേക്ക് വന്ന് അവനെ സൗഖ്യമാക്കണം എന്ന് അപേക്ഷിക്കുകയും ചെയ്തു. 48 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. രാജഭൃത്യൻ അവനോട്, കർത്താവേ, പൈതൽ മരിക്കും മുൻപേ വരണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. ഈ മനുഷ്യൻ അടയാളങ്ങളും അത്ഭുതങ്ങളും അന്വേഷിക്കുകയല്ല ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അവന് തന്റെ മകനെ സൗഖ്യത്തോടെ കിട്ടണം. അതായിരുന്നു അവന്റെ ആവശ്യം. ഈ മനുഷ്യന്റെ വിശ്വാസത്തിന്റെ പ്രതികരണമായി യേശു ആ മകനെ സൗഖ്യമാക്കി. അത് മനോഹരമായ കാര്യമത്രേ. എന്നാൽ അയാൾ ഈ കുട്ടിയെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. അത് മോശമായി പോയില്ലേ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. ആ മകന് സുഖമായി കഴിഞ്ഞ് ആ രാജഭൃത്യൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന് നാം ആഗ്രഹിക്കുന്നു. ആ ശമരിയക്കാരത്തെ സ്ത്രീ, അവൾ വളരെ മോശപ്പെട്ട ഒരുവളായിരുന്നിട്ടും തന്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടായപ്പോൾ, ഒരു അത്ഭുതം നടന്നപ്പോൾ മറ്റുള്ളവരെ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഒരു പ്രസംഗകനും ചെന്ന് കണ്ടെത്തി ദൈവത്തെങ്കിലേക്ക് നേടുവാൻ കഴിയാത്ത ചിലരെ താങ്കൾക്ക് സ്വാധീനിക്കുവാൻ സാധിക്കും. താങ്കളോടൊപ്പം ജോലി ചെയ്യുന്ന ആ വ്യക്തി, താങ്കളുടെ കുടുംബത്തിൽ താങ്കളുടെ ബന്ധത്തിലുള്ള ആ വ്യക്തി, താങ്കൾക്ക് ആ വ്യക്തിയെ യേശുവിന് വേണ്ടി നേടുവാൻ സാധിക്കും. ആ വ്യക്തിയുടെ മേൽ താങ്കൾക്ക് മാത്രമേ സ്വാധീനം കാണൂ. അങ്ങനെയുള്ള ആ വ്യക്തിയെ യേശുവിന് വേണ്ടി നേടുവാൻ വേണ്ടത് ചെയ്യുമോ? 51 52 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവൻ പോകയിൽ അവന്റെ ദാസന്മാർ അവനെ എതിരേറ്റ്, മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിന് അവർ അവനോട്, ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. ഇവിടെ ഏതൊരു സമയത്തെക്കുറിച്ചാണ് യോഹന്നാൻ പറയുന്നതെന്ന് എനിക്ക് തീർച്ചയായി പറയുവാൻ സാധ്യമല്ല. റോമൻ സമയം 7 മണിയാകുന്നുവെങ്കിൽ വൈകുന്നേരം 7 മണിയാണത്. യഹൂദന്മാരുടെ സമയമാകുന്നുവെങ്കിൽ ഉച്ച കഴിഞ്ഞ് 1 മണിയാകുന്നു. അത് ഏത് സമയമാകുന്നു എന്നിവിടെ വ്യക്തമാക്കിയിട്ടില്ല. 53 54 വാക്യങ്ങളിൽ നാം കാണുന്നത്, ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ചു. താനും കുടുംബം ഒക്കെയും വിശ്വസിച്ചു. യേശു യഹൂദയിൽ നിന്ന് ഗലീലയിൽ വന്നപ്പോൾ ഇത് 2ാമത്തെ അടയാളമായിട്ട് ചെയ്തു. ആ പിതാവ് തന്റെ കുടുംബം മുഴുവൻ ക്രിസ്തുവിനായി നേടി. അവരിൽ ഓരോരുത്തർക്കും വിശ്വാസമുണ്ടായതുകൊണ്ടാണ് അവർ കുടുംബമായി മുൻപോട്ട് വന്നത്. ഈ പിതാവിന്റെ സ്വാധീനം അതിന് സഹായകമായി എന്ന് മാത്രം. എത്ര നല്ല മാതൃക! ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചതായ ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ദൈവവചനം എപ്പോഴും അങ്ങനെയാണ്. അത് നമ്മോട് സംസാരിക്കുമ്പോൾ നാം അനുസരണ മനോഭാവത്തോടെ അതിനെ സ്വീകരിക്കണം. ഇന്ന് കേട്ട വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നാം വീണ്ടും ഒരുമിച്ച് കാണുന്നത് വരെ ദൈവ സാന്നിധ്യം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ.